നമസ്കാരം. ഇസ്രയേൽ പാലസ്തീനിൽ നടത്തുന്ന അധിനിവേശവും കാണിക്കുന്ന അക്രമങ്ങളും നിർബാധം തുടരുകയാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 10,000-കണക്കിന് ആളുകളെയാണ് അവർ കൊന്നു തീർത്തത്. അതിൽ ബഹുഭൂരിപക്ഷവും നിരപരാധികളും നിസ്സഹായരുമായ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. ഇങ്ങനെ കൊല്ലുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാരണം ഹമാസാണ്. ഹമാസ് ഭൂമിയുടെ അടിയിലുണ്ടാക്കിയ ദീർഘമായ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയും ഇസ്രയേലിൻ്റെ തന്നെ ആളുകളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ട് താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഭൂഗർഭ തുരങ്കങ്ങളാണ് തങ്ങളുടെ ഈ അക്രമത്തിന് കാരണമാകുന്നത് എന്നുള്ള ന്യായീകരണമാണ് ഇസ്രയേൽ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹമാസിൻ്റെ തുരങ്കങ്ങൾ അവർ ഒരുപാട് തകർത്തു കഴിഞ്ഞു. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ഇത്തരത്തിൽ അവർ പെരുമാറുമ്പോൾ പ്രകൃതി ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുന്ന ഒരു കഥ ഇസ്രയേലിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അത് ചാവുകടലിൻ്റെ പരിസരത്ത് പ്രകൃതി തന്നെ ഒരുക്കുന്ന തുരങ്കങ്ങളാണ്. ഇന്ന് ആരണ്യകം ആ തുരങ്കങ്ങളുടെ അസാധാരണമായ കഥയാണ് പറയുന്നത്. ഇസ്രയേലിൻ്റെയും ജോർദാൻ്റെയും ഇടയിലുള്ള ഒരു അത്ഭുത തടാകമാണ് യഥാർത്ഥത്തിൽ ചാവുകടൽ. ബൈബിളിലും മറ്റും പരാമർശിക്കുന്ന ചാവുകടൽ യഥാർത്ഥത്തിൽ കടലല്ല, ഒരു വലിയ തടാകമാണ്. ലോകത്തെ ഏറ്റവും താഴ്ന്ന ഭൂമിയിലെ പ്രദേശം, സ്വാഭാവിക പ്രദേശമാണ് ചാവുകടലിൻ്റേത്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 3388 അടി താഴെയാണ് ചാവുകടൽ സ്ഥിതി ചെയ്യുന്നത്. ചാവുകടലിലേക്ക് ജോർദാൻ നദിയിലൂടെ എത്തുന്ന വെള്ളം അവിടെ വരുന്നതോടുകൂടി ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ലവണവും കൂടെ ചേർന്നിട്ട് ഏറ്റവും കടുത്ത ലവണാംശമാണ്, ഉപ്പാണ് ആ കടലിലുള്ളത്. സാധാരണ കടലിൻ്റെ ഏതാണ്ട് 3 മടങ്ങ് ഉപ്പ് ഈ കടൽ പ്രദേശത്ത് ഉണ്ട്. ഉപ്പിൻ്റെ ഡെൻസിറ്റി കൊണ്ട് തന്നെ അവിടെ ഇറങ്ങുന്ന ആളുകൾ വെള്ളത്തിൽ ആഴ്ന്നു പോകില്ല. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതിന് ആളുകളെ കൊണ്ട് കഴിയുന്നത്. ഇത് വലിയൊരു ടൂറിസ്റ്റ് ആകർഷണം കൂടിയാണ്. ബൈബിളിൽ പറയുന്ന പ്രദേശം എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് കാണുന്നതിനും ചാവുകടലിൽ കുളിക്കുന്നതിനും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതിനുമൊക്കെ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകളാണ് വരാറുള്ളത്. ഇന്ന് ചാവുകടൽ മരണാസന്നമാണ്. ഗലീലിയ തടാകത്തിൽ നിന്നും ചാവുകടലിലേക്കുള്ള ജോർദാൻ നദിയുടെ പ്രവാഹം നന്നായി കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാരണം ഇസ്രയേലിൻ്റെ അധിനിവേശമാണ്. അവർ ഈ മേഖലയിലൊക്കെ വലിയ കൈകടത്തൽ നടത്തുകയും വൻതോതിൽ വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയും അവിടെ നിന്നും ഉപ്പ് ഖനനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രകൃതിക്ക് മേൽ അവർ നടത്തുന്ന അധിനിവേശം മുഴുവൻ ചാവുകടലിൻ്റെ ജലവിധാനത്തെ ഓരോ വർഷവും താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഏതാണ്ട് 1 മീറ്റർ വീതമാണ് ചാവുകടലിലെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് ചാവുകടൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് ചാവുകടലിൻ്റെ പരിസരത്ത് രൂപപ്പെടുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ. സിങ്ക് ഹോൾസ് എന്നാണ് ഈ തുരങ്കങ്ങൾ അറിയപ്പെടുന്നത്. ചാവുകടലിൽ ധാരാളം ഉപ്പുണ്ടല്ലോ. അങ്ങനെ ഉപ്പുള്ളത് കൊണ്ട് തന്നെ ആ ഉപ്പിൻ്റെ ലെയർ സ്വാഭാവികമായും മണ്ണിൻ്റെ മേഖലയിലേക്കും കടന്നു വരുന്നുണ്ട്. വെള്ളം താഴുമ്പോൾ ഈ മണ്ണിൻ്റെ അടിയിലുള്ള ഉപ്പിൻ്റെ അംശം അവിടെ തന്നെ കട്ടിപിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും വലിയ മഴയും മറ്റും വരുമ്പോൾ ഈ മണ്ണിലൂടെ അരിച്ചിറങ്ങുന്ന വെള്ളം ഈ ഉപ്പ് പാളിയെ അലിയിച്ചു കളയുന്നു. അപ്പോൾ സ്വാഭാവികമായും മണ്ണിൻ്റെ അടിയിൽ വലിയൊരു തുരങ്കം, ഒരു ഹോൾ സൃഷ്ടിക്കപ്പെടും. ഈ തുരങ്കത്തിൻ്റെ തുടർച്ചയായി മുകളിലുള്ള ഭൂപ്രദേശം ഇടിഞ്ഞു താഴ്ന്നാണ് സിങ്ക് ഹോളുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. 1980-ലാണ് ആദ്യമായി ഇത്തരത്തിലുള്ള സിങ്ക് ഹോളുകൾ കണ്ടത്. വളരെ ആഴമുള്ളതും ദീർഘമായതുമായ 100 കണക്കിന് സിങ്ക് ഹോളുകളാണ് ഇപ്പോൾ ചാവുകടലിൻ്റെ പരിസരത്ത് എങ്ങുമുള്ളത്. 1948-ൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ് ചാവുകടൽ ഇങ്ങനെ അതിചൂഷണത്തിന് വിധേയമാകുന്നത്. അവർക്ക് ധാരാളം മിനറലുകളുള്ള വെള്ളവും മണ്ണുമാണ് ഇവിടെ ഉള്ളതുകൊണ്ട് അവർ രാസവള ഫാക്ടറികൾ അവിടെ ധാരാളമുണ്ട്. പിന്നീട് അവർ ധാരാളമായി ഉപ്പ് പാടങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ചാവുകടലിലെയും മറ്റും ചെളിയും മണ്ണും ഒക്കെ ഇന്ന് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ചാവുകടലിൽ നിന്നും അവർ പണം വാരുകയാണ്. ഈ പണം വാരിച്ചയുടെ എല്ലാം തുടർച്ചയായി ചാവുകടലിനുണ്ടാകുന്ന നാശമാണ് ഈ സിങ്ക് ഹോളുകളായി, മരണതുരങ്കങ്ങളായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ചാവുകടലിലേക്ക് പോകുന്നതിന് ആ പരിസരത്തുണ്ടായിരുന്ന ധാരാളം റോഡുകളും മറ്റനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ ഇടിഞ്ഞു താഴ്ന്ന് ഗുഹകളുടെ മേഖലകളായി തീർന്നിരിക്കുന്നു. അങ്ങനെ അടിക്കടി ചാവുകടലിന് ചുറ്റും ഒരു ദുരന്ത ഭൂമി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഹമാസിൻ്റെ തുരങ്കങ്ങൾക്ക് നേരെ തോക്കും ആയുധവുമായി പോയി സാധാരണക്കാരായ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇസ്രയേൽ കൊന്നു വീഴ്ത്തുമ്പോൾ, മറുവശത്ത് പ്രകൃതി ഇസ്രയേലിൻ്റെ സ്വന്തം മണ്ണിൽ വലിയ തുരങ്കങ്ങൾ, ഭൂഗർഭ തുരങ്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ അല്ലേ? നമസ്കാരം.